വെൽക്കം ടു ട്രൈഡ്വുഡ്. നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അനാലിസിസ് ചെയ്ത പോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. നോക്കിയാൽ കാണാം, മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് ഈ ഏരിയയിൽ വന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഓരോ തവണ വരുമ്പോഴും മുകളിലോട്ട് കാര്യമായിട്ട് പോകാറുണ്ട്. ഇത്തവണയും സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ പോലും ഇന്ന് കൂട്ടി 3 ദിവസം മാർക്കറ്റ് ഒരു കൺസോളേഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ മാർക്കറ്റിൻ്റെ ഗതി ഇപ്പോഴും കൃത്യമായിട്ട് നമുക്ക് വിവരിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഒരു അപ് ട്രെൻഡ് ആണെങ്കിൽ പോലും മാർക്കറ്റ് ഇടയ്ക്കിട്ട് നല്ലൊരു കൺസോളേഷൻ തരുന്നുണ്ട്. എനിവേ, നമ്മൾ വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട സപ്പോർട്ട് ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ട്. മുകളിലോട്ട് വരുന്ന സമയത്ത് ഒരു ഇംബാലൻസ് കാണാം. ഒരു ചെറിയ ഇംബാലൻസ് ആണ്, പക്ഷെ ഒരു സപ്ലൈ സോണോട് കൂടിയുള്ള ഇംബാലൻസും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ഇംബാലൻസിനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ റെസിസ്റ്റൻസ് ഏരിയ ഉണ്ട്. റെസിസ്റ്റൻസ് ഏരിയയുടെ പ്രത്യേകതയും എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെയും മൾട്ടിപ്പിൾ ടൈം വന്ന് മാർക്കറ്റ് ഹിറ്റ് ചെയ്ത ഏരിയയാണ്. നോക്കിയാൽ കാണാം. അപ്പോൾ അവിടെയും ഒരു റെസിസ്റ്റൻസ് ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ക്ലോസ് റേഞ്ചിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. നമുക്ക് ഓവറോൾ അപ് ട്രെൻഡ് ആണെങ്കിൽ പോലും കഴിഞ്ഞ 3 ദിവസമായിട്ട് മാർക്കറ്റ് ഒരു ഇൻഡിസിഷൻ പൊസിഷനിലാണ് നിൽക്കുന്നത്. എനിവേ, നമുക്ക് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. ആദ്യമായിട്ട് പോകുന്നത് 4 അവറിലേക്കാണ്. 4 അവറിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് മറ്റൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് കിട്ടുന്നുണ്ട്. നോക്കിയാൽ കാണാം, നമ്മൾ വരച്ചിരിക്കുന്ന ലൈനിൽ 1-2 തവണ വന്നിട്ട് മാർക്കറ്റ് ഹിറ്റ് ചെയ്തിട്ടാണ് താഴോട്ടേക്ക് ഇറങ്ങി വരുന്നത്. ഇത്തവണയും ഹിറ്റ് ചെയ്ത് താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാൽ പോലും കാര്യമായിട്ടുള്ള ഒരു ഇറങ്ങി വരവൊന്നും സാധിച്ചിട്ടില്ല. ഈ റേഞ്ചിൽ തന്നെ നിൽക്കുന്നത്. തൊട്ടു മുന്നേ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു കൺസോളേഷനാണ് അതിൻ്റെ ഒരു കാരണം. എനിവേ, 4 അവറിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യാം. ഇവിടേക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട് 4 അവറിൻ്റെ, അത് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതുപോലെ തന്നെ മുകളിലൊരു റെസിസ്റ്റൻസ് ഏരിയ ഓൾറെഡി നമ്മൾ വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിട്ടാണ്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് നേരത്തെ മാർക്ക് ചെയ്തിരിക്കുന്ന ഒരു ബാലൻസ് ഏരിയ. ആ ഇംബാലൻസ് ഏരിയ നോക്കിയാൽ കാണാം, അത് റെസിസ്റ്റൻസും കൂടി ആയിട്ട് 4 അവറിൽ ആക്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും അതിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി നമുക്ക് 1 അവറിലേക്ക് പോവാം. 1 അവറിലേക്ക് പോകുന്ന സമയത്ത് മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു കൺസോളേഷൻ തന്നെയാണ്, നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്നിരുന്നാലും ഒരു പ്രധാനപ്പെട്ട ഏരിയ 1 അവറിൽ മാർക്ക് ചെയ്തിടുന്നുണ്ട്. നോക്കിയാൽ കാണാം, ഈ ഒരു ഏരിയ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് 1 അവറിൽ ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെ മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്നിട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ ഈ ഒരു പോക്ക് അവിടേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. മാത്രമല്ല, താഴോട്ടേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇവിടെ ഒരു നല്ലൊരു സപ്പോർട്ട് സോണിലും കൂടിയാണ് നിൽക്കുന്നത് മാർക്കറ്റ്. 1 അവറിൽ നോക്കിയാൽ കാണാം, ഇവിടെയും പല തവണ മാർക്കറ്റ് വന്ന് എടുത്തിട്ടുണ്ട്. അതായത് ഒരു ടൈറ്റ് റേഞ്ചിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് എന്നാണ് അർത്ഥം. ഈ ഒരു ഏരിയനെയും സപ്പോർട്ടായിട്ട് തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകളുണ്ടോ എന്നുള്ളത് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് ഒരു ബൈ എൻട്രി കാണുന്നുണ്ട്. ബൈ എൻട്രി എന്ന് പറയുന്നത് ഇവിടെ ഒരു സപ്പോർട്ട് എടുത്ത് ഇപ്പോൾ പോകുന്ന ഒരു പൊസിഷനിലാണ് ബൈ എൻട്രി എന്ന് പറയുന്നത്. ഓൾറെഡി നോക്കിയാൽ കാണാം, ഇവിടെ നിന്ന് ചെറിയൊരു ബ്രേക്ക് തന്നിട്ടുണ്ട്. 50 മിനിറ്റ്സിൻ്റെ ഒരു ബ്രേക്ക് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു മൂവ്മെൻറ്റ് മുകളിലോട്ട് പോയിട്ട് റീടെസ്റ്റ് വരുന്ന സമയത്താണ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ട ഒരു ബൈയിലേക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു പൊസിഷനിലേക്ക് താഴോട്ടേക്ക് ഇറങ്ങി റീടെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്കൊരു ബൈ നോക്കാം. ബൈ നോക്കുന്ന ടാർഗറ്റ് ഏറെക്കുറെ ഇവിടെയൊക്കെ വയ്ക്കാം. അതിന് മുന്നൊരു ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ആണ്. ആ ഒരു ഏരിയയിലേക്ക് ഫസ്റ്റ് ടാർഗറ്റ് വയ്ക്കാം. ഇത് ബ്രേക്ക് ചെയ്താൽ, അതായത് ഈ മുകളിലത്തെ ലൈൻ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി മുകളിലോട്ട് പോയി ഇവിടേക്കൊരു ടാർഗറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ നിൽക്കുന്നുണ്ട്. ഒരു റീടെസ്റ്റ് വരികയാണെങ്കിൽ നമുക്കത് ധൈര്യമായിട്ട് ആ ഒരു ട്രേഡ് എടുക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ഒരു സെൽ ചാൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഒരു സെൽ ചാൻസ് ഉണ്ട്. അതും താഴോട്ടേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ ഏറെക്കുറെ ഈ ഒരു സപ്പോർട്ട് ഏരിയയുടെ ഡൗൺ ഏരിയ, അതായത് ഈ ഒരു 191-200 വരെയൊക്കെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇനി ബൈ എൻട്രി പറഞ്ഞതിൽ ഈ ഒരു ഏരിയയിലേക്കോ അല്ലെങ്കിൽ ഇവിടേക്കോ ഒക്കെ വരുന്ന സമയത്ത് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഒരു സെൽ എൻട്രി ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഏരിയനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എവിടേക്കെങ്കിലൊക്കെ ആയിരിക്കണം ഒരു സെൽ എൻട്രിയുടെ ഒരു ടാർഗറ്റ് വെക്കേണ്ടത്. അത് നമുക്ക് ഒരു പാറ്റേൺ മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് പോകുന്ന ഒരു പാറ്റേണെ ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ടോ നമുക്കൊരു ടാർഗറ്റ് വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ BTCയിലുള്ള
പ്രൈസ് മൂവ്മെൻറ്റ് അനാലിസിസ്. അപ്പോൾ ട്രേഡ് എടുക്കുന്ന ആളുകളെല്ലാവരും ഈ അനാലിസിസ് പോയിന്റുകൾ ആദ്യമേ മാർക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ കീ ഏരിയാസ് മാർക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് അവിടേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് ബേസ് ചെയ്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അങ്ങനെ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാൻ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ തന്നെ കയ്യിലിരിക്കുന്ന ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക.